വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ പറ്റി ആർക്കും തന്നെ സംശയമില്ല എന്നുള്ളതാണ്. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് മുകളിലായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ വലിയ ഓപ്പർച്യൂണിറ്റി സ്വിംഗ് പോലെയുള്ള ട്രേഡുകളിൽ, കുറച്ച് ദിവസമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളിൽ മാർക്കറ്റ് തരാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി പലരും അവെയർ ആണ്. എന്നാൽ പലരും വേണ്ടത്ര ക്യാപിറ്റൽ ഇല്ല എന്ന കാരണം കൊണ്ട് സ്റ്റോക്കുകളിലുള്ള ഇത്തരം ട്രേഡുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇനി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ എല്ലാ ഓപ്പർച്യൂണിറ്റികളും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡിസ്കോഡിലൊക്കെ മെമ്പേഴ്സ് നമ്മൾ ആഴ്ചയിൽ 2-3 ഓപ്പർച്യൂണിറ്റികൾ ഷെയർ ചെയ്യുമ്പോഴും 8-10 ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ മുഴുവൻ അതിൽ എൻഗേജ് ആയി പോവുകയും പിന്നീട് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ എടുക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഗുണപ്രദമാവുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ പല ബ്രോക്കർമാരും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. എന്താണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോക്ക് ട്രേഡിങ്ങിലൊക്കെ കിട്ടുന്ന ലിവറേജ് തന്നെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രേഡുകൾക്കും കൂടെ ബ്രോക്കർമാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു 20,000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ 5,000 രൂപ കയ്യിൽ ഉണ്ടായാൽ മതി. ബാക്കി 15,000 രൂപ വരെ ബ്രോക്കേഴ്സ് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് ഈ 5,000 രൂപയ്ക്ക് പകരം 20,000 രൂപയുടെ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ സംവിധാനത്തിന്റെ അഡ്വാൻറ്റേജ്, എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൽ ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഞാൻ സ്ക്രീനിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ്, ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ തന്നെയാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നിങ്ങൾ 5,000 രൂപ കയ്യിലുള്ള ഒരാള് ആ 5,000 രൂപയ്ക്ക് മാത്രം ട്രേഡ് എടുക്കുകയാണെങ്കിൽ 5,000 രൂപയുടെ 2% റിട്ടേൺ ആൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് കരുതാം. എന്നാൽ ഇതേ സ്റ്റോക്ക്, ഈ അതേ 5,000 വെച്ചിട്ട് ഇയാൾക്ക് 20,000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ 20,000 രൂപയുടെ റിട്ടേൺ ആണ്. അപ്പൊ ആ രീതിയിൽ അയാളുടെ പ്രോഫിറ്റബിലിറ്റി, അതിന്റെ പ്രോഫിറ്റിന്റെ സ്കെയിൽ അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് എന്തൊക്കെയാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലകൾ, ഈ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനൊരു കോസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹയർ ലോസ് റിസ്ക് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ 5,000 രൂപയ്ക്ക് എടുക്കാൻ പോകുന്ന ട്രേഡിൽ, നിങ്ങളുടെ കയ്യിലുള്ള 5,000 രൂപയ്ക്ക് എടുക്കാൻ പോകുന്ന ട്രേഡിൽ നിങ്ങൾ 2% സ്റ്റോപ്പ് ലോസ് എങ്കിൽ 5,000 രൂപയുടെ 2% ലോസ് നിങ്ങൾ സഹിച്ചാൽ മതി. ഇവിടെ 20,000 രൂപയുടെ 2% നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ 20,000 രൂപയുടെ 2% ലോസ് നിങ്ങൾ സഹിക്കണം. അപ്പൊ പ്രോഫിറ്റ് കൂടുന്നത് പോലെ ലോസും കൂടുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മാർജിൻ ഷോർട്ട് ഫാൾ എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നേരിടുന്നുണ്ട്. നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു എന്ന് കരുതാം. അപ്പൊ നിങ്ങൾ 20,000 രൂപയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ഇതേ കാൽക്കുലേഷൻ പറഞ്ഞാൽ 5,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാർക്കറ്റ് നിങ്ങൾ മുകളിലേക്ക് പോകുന്ന കരുതിയിട്ടാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് സ്റ്റോക്ക് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വളരെ താഴേക്കാണെന്ന് കരുതാം. നിങ്ങൾ വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് ഒരു 3%, 4% ഒക്കെ താഴെയാണെന്ന് കരുതാം. എന്നാൽ ആ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്തുന്നത് വരെ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ മാർജിൻ ഷോർട്ട് ഫാൾ വരികയാണെങ്കിൽ ഒരു 5,000 രൂപ നിങ്ങളുടെ കയ്യിലുള്ള കാശാണെങ്കിൽ അതിന്റെ 50%, 2,500 രൂപ MTM ലോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഫണ്ട് ആഡ് ചെയ്യാനുള്ള നിർദ്ദേശം, മാർജിൻ ഷോർട്ട് ഫാൾ ഉണ്ട്, അപ്പൊ അത് ആഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം വരും. അപ്പൊ എത്രയാണോ ബ്രോക്കർ പറയുന്ന ഷോർട്ടേജ് അത് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം. അതല്ല, ആ ഫണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ അവര് ഒരു 3,700 ഒക്കെ ലോസിലാവുമ്പോഴേക്കും 5,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തതാണെങ്കിൽ 15,000 രൂപ അവരും തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 3,700 രൂപ വരെയൊക്കെ ആവുമ്പോൾ, അതായത് 70-75% നിങ്ങളുടെ ഓൺ മണിയുടെ 70-75% ഡ്രോ ഡൗൺ സംഭവിക്കുമ്പോൾ അവർ അത് സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ ഷോർട്ട് ഫാളിന്റെ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ലിക്വിഡേഷൻ ആണ് ഇവിടുത്തെ മൂന്നാമത്തെ നിങ്ങളുടെ ഇതിലെ ചലഞ്ച് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം നിങ്ങൾ ഇതിന് കൊടുക്കേണ്ടി വരുന്നത്, നിങ്ങൾക്ക് തരുന്ന എക്സ്ട്രാ മണിക്ക് 20,000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിൽ 15,000 ബ്രോക്കർ തരുമ്പോൾ 15,000-ന് നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൽ അടുത്ത് നമ്മൾ ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന വലിയ പ്രോഫിറ്റ് പൊട്ടൻഷ്യലിന് പകരമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ ഇന്ത്യയിൽ ഇത്തരം മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കൊടുക്കുന്ന പ്രധാനപ്പെട്ട 2 ബ്രോക്കർമാരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിൽ എങ്ങനെയാണ് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും കാണിക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട്
ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുമോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് സ്ക്രീനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നവർ നമ്മുടെ സൈക്കോളജി സീരീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ സൈക്കോളജി സീരീസിന്റെ മുഴുവൻ പ്ലേ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡേഴ്സിന്റെ സൈക്കോളജി കറക്റ്റ് ചെയ്യാൻ വേണ്ടി 1-on-1 മെന്റർഷിപ്പ് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള തരത്തിലുള്ള പ്രോഗ്രാമാണ്. അതിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നമുക്ക് സ്ക്രീനിൽ പോയിട്ട് ഈ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് നോക്കാം. മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന 2 ബ്രോക്കർമാരാണ് നമ്മളോട് പരിചയപ്പെടുന്നത്. ഒന്ന് എംസ്റ്റോക്ക് ആണ്. എംസ്റ്റോക്ക് ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അതിൽ മാത്രം അതിലായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണെന്ന് പറയാം. അവരുടെ പ്രധാന ബിസിനസ് അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5 കോടിക്ക് മുകളിലുള്ളവർക്ക് 6.99 7% ഇൻട്രസ്റ്റ് മതി ഒരു വർഷത്തേക്കിന്. 5 കോടി വരെയുള്ള സാധാരണ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് 9.99 10% ഇൻട്രസ്റ്റ് റേറ്റ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ അതേ എക്സാമ്പിളിൽ എംസ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുള്ളത് കരുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 20,000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങാണ്, 5,000 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. 15,000 രൂപ എംസ്റ്റോക്ക് നിങ്ങൾക്ക് ലോണായിട്ട് തരുന്നതാണ് സിനാരിയോ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9.9 എംസ്റ്റോക്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇത് നമുക്കൊരു ദിവസത്തിലേക്ക് ഡിവൈഡഡ് ബൈ 365 ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം വരുന്നത് 0.027 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഡേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ദിവസം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് കരുതുക. നമ്മളിപ്പോൾ വാങ്ങിച്ച സ്റ്റോക്ക് ആ പെർട്ടിക്കുലർ ട്രേഡ് നമ്മൾ 10 ദിവസം ഹോൾഡ് ചെയ്യുന്ന ട്രേഡ് ആണെങ്കിൽ 10 ദിവസത്തിന് നമുക്ക് 0.27 ആണല്ലോ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ 15,000 രൂപയുടെ 0.27 എന്ന് പറയുന്നത് ബൈ 100 41 രൂപയാണ്. 10 ദിവസം ഹോൾഡ് ചെയ്യുന്ന 15,000 രൂപയ്ക്ക് നിങ്ങൾ ലിവറേജ് എടുത്ത കാര്യം നിങ്ങൾ 10 ദിവസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 41 രൂപയാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരിക എം സ്റ്റോക്കിനെ സംബന്ധിച്ച്. ഓക്കെ, അവിടെ 10 ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഫയേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഫയേഴ്സിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 16%. ഓക്കെ, ഫയേഴ്സാണ് ഈ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി തരുന്ന വളരെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എം സ്റ്റോക്കിൽ 4 മടങ്ങ് വരെയാണ് നമുക്ക് ലിവറേജ് കിട്ടുക. എം സ്റ്റോക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫയേഴ്സിൽ 5 മടങ്ങ് വരെ ലിവറേജ് കിട്ടും. ഇവിടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഇവിടെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ ഫയേഴ്സിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇതേ കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 16% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് വരിക 0.043 ആണ്. അപ്പോൾ 10 ദിവസമാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ 0.43 ആണ്. അപ്പോൾ ഇത് 15,000 രൂപയാണ് നമ്മൾ ലിവറേജ് എടുത്തതെന്ന് കരുതുക. നേരത്തെ പറഞ്ഞ അതേ ട്രേഡ്, സെയിം ട്രേഡ് ബൈ 100. ഇവിടെ നിങ്ങൾ 66 രൂപ അടയ്ക്കേണ്ടി വരും. 10 ദിവസത്തിന് 66 രൂപ അടയ്ക്കേണ്ടി വരും. എം സ്റ്റോക്കിലാണെങ്കിൽ 41 രൂപ അടച്ചാൽ മതി. ഇതാണ് ഇതിലെ ഡിഫറൻസ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഫയേഴ്സിനെ സംബന്ധിച്ച് 5x ലിവറേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരു 10,000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങുമ്പോൾ 2,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതി. എം സ്റ്റോക്കിനെ സംബന്ധിച്ച് നിങ്ങളൊരു 10,000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങുമ്പോൾ അവിടെ നിങ്ങളൊരു 3,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. 1,000 രൂപയും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണം. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്ന മാർജിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ. ആ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എന്നുള്ള ആസ്പെക്ട് ഇവിടെ ഫയേഴ്സിന് കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്കൊരു 10 ദിവസം കൊണ്ടൊക്കെ ബുക്ക് ചെയ്യാവുന്ന ഒരു ട്രേഡ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമില്ല. നമുക്കൊരു 25 രൂപയും കൂടെ എക്സ്ട്രാ അടച്ചാൽ മതി അല്ലേ. അപ്പോൾ നമ്മളൊരു അതൊരു വലിയ എമൗണ്ടിന് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിൽ ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരും. സ്റ്റിൽ ആ കൂടുതൽ ലിവറേജിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരാൾക്ക് പ്രോഫിറ്റും കൂടുതൽ കിട്ടും. മറ്റേത് കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള വലിയ ലിവറേജ് എടുക്കാതെ കുറച്ചും കൂടെ റിസ്ക് കുറഞ്ഞ രീതിയാണ് എം സ്റ്റോക്കിൽ ഈ ഒരു പരമാവധി 4 മടങ്ങ് വരെ തരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് സംഭവിക്കുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്കിത് എങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, 2 പ്ലാറ്റ്ഫോമിലും ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളത് ഫയേഴ്സിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ മെമ്പേഴ്സിന് ഷെയർ ചെയ്ത ഒരു
BTST ട്രേഡാണ്. ബൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ MTF ആക്റ്റീവായതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് 21 ക്വാണ്ടിറ്റിയാണ്, ഏകദേശം 20,000 രൂപയ്ക്ക്. അപ്പോൾ 20,000 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടത് 4,925 രൂപയാണ്. ഓക്കെ, ബാക്കി അവർ ശരിക്ക് 21 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ ഇപ്പോൾ 1,171 എന്നുള്ളതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് നമുക്കറിയാം അപ്രോക്സിമേറ്റ് 22,000 വരും അല്ലേ. എന്നാൽ ആ സ്ഥാനത്ത് ഞാനിപ്പോൾ 5,000 രൂപേൻ്റെ അടുത്ത് എൻ്റെ കയ്യിലുണ്ടായാൽ മതി. ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാണ്. മാർക്കറ്റ് ഓർഡറായിട്ട് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ MTF വഴി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ആ സെറ്റിങ്സിൽ MTF എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യണം. ഇത് MTF ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്പിയർ ആവും. അപ്പോൾ ഇനി MTF എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഈ സൗകര്യം എങ്ങനെ നിങ്ങൾക്ക് ഫയേഴ്സിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. റീസെൻ്റ്ലി ഇവിടെ ഒരു പുതിയ ലോഗോ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും, MTF എന്ന് പറഞ്ഞിട്ട്. ഫയേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ ആൾറെഡി ഞാൻ ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് വിൻഡോ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള വിൻഡോ വരും. അതിൽ DDPI എന്നുള്ള സൗകര്യം നിങ്ങൾ 150 രൂപ പ്ലസ് GST കൊടുത്തുകൊണ്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. ഒരു വർഷത്തേക്ക് 150 രൂപയേ ഉള്ളൂ. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കണം. ആധാർ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് നിങ്ങൾക്കിതിൽ അത് അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുക്കാം. 24 ഹവറിൻ്റെ ഉള്ളിൽ അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് സൗകര്യം ഉപയോഗിക്കാൻ പറ്റും, MTF എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫയേഴ്സിൽ ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് 4 മണിക്ക് ശേഷമുള്ള സമയമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ടാറ്റ കൺസ്യൂമർ ആണല്ലോ നമ്മൾ ട്രേഡ് എടുത്തത്. ഇപ്പോൾ ടാറ്റ കൺസ്യൂമർ എടുത്ത ആ ട്രേഡ് എടുത്തതിൽ അപ്പോൾ 4 മണിക്ക് ശേഷം അവർ നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, MTF ഓതറൈസേഷൻ റിമൈൻഡർ, പ്ലീസ് പ്ലഡ്ജ് യുവർ MTF ഹോൾഡിംഗ് ടുഡേ എനി ടൈം ബിറ്റ്വീൻ 4 PM to 9 PM. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് ആ മൊത്തം അവർ തന്ന ലിവറേജ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ പ്ലഡ്ജ് ചെയ്യണം. അതായത് നമ്മളത് ബ്രോക്കർക്ക് പ്ലഡ്ജ് ചെയ്യാണ് സെക്യൂരിറ്റി ആയിട്ട്. അപ്പോൾ അവർ 15,000 രൂപ നമുക്ക് വെറുതെ തന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളൊരു സെക്യൂരിറ്റി കൊടുക്കണം. നമ്മൾ ഗോൾഡൊക്കെ വെച്ചിട്ട് ലോൺ എടുക്കുന്നത് പോലെ ഇവിടെ നമ്മളെ കയ്യിലുള്ള മൊത്തം സ്റ്റോക്കും കൂടെ അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ട് അത് എടുക്കുന്നു. നമുക്കത് പ്രോഫിറ്റിലാവുമ്പോൾ വിൽക്കാനോ അല്ലെങ്കിൽ ലോസിലാവുമ്പോൾ സെല്ല് ചെയ്യാനോ ഒക്കെ നമ്മൾ ആ DDPI ഓതറൈസേഷൻ ചെയ്തതിനു ശേഷം നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ DDPI ആക്ടിവേറ്റ് ചെയ്താൽ ഇപ്പോൾ അവർ കാണിക്കുന്നത് എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ OTP ഒന്നും അടിക്കാതെ തന്നെ എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ട്രേഡ് ഇതിലെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ DDPI ഓതറൈസേഷന് വേണ്ടി OTP ഒന്നും ചെയ്യാതെ തന്നെ നേരിട്ട് നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഓതറൈസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊന്ന് ചെയ്ത് നോക്കുന്നു. അവിടെ നിങ്ങൾ കണ്ടല്ലോ, അത് ഓതറൈസ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് CDSL ഓതറൈസേഷനിലേക്ക് വന്നു. ടാറ്റ കൺസ്യൂമർ ആണ് നമുക്ക് ഓതറൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് അത് ഓതറൈസ് ചെയ്യാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ എനിക്കിത് ആ മെസ്സേജ് വന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. OTP വന്നു. ഞാനത് ഓക്കെ, പ്ലഡ്ജ് റിക്വസ്റ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളത് പ്ലഡ്ജ് ചെയ്തു. ഇത് പ്ലഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നാളെ ഇത് സ്ക്വയർ ഓഫ് ചെയ്യാനാണ് സാധ്യത. ഓക്കെ, ഇതേ ട്രേഡ് നമുക്ക് M-സ്റ്റോക്കിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം. ടാറ്റ കൺസ്യൂമർ അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ MTF 75% ആണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്ക് 75% വരെ ലിവറേജ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അവിടെ കൊടുത്ത അതേ എമൗണ്ട്, അതേ ക്വാണ്ടിറ്റി, 21 ആണല്ലോ നമ്മൾ ഫയേഴ്സിലെടുത്തത്, അതേ ക്വാണ്ടിറ്റി ഇവിടെ ഉപയോഗിക്കുകയാണ്, വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ മാർജിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, 21 ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം മാർജിൻ റിക്വയർഡ് 6,216 ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതേ
കാര്യം നമ്മൾ അവിടെ ഫയേഴ്സിൽ ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് 4900 സംതിങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ലിവറേജിൻ്റെ കാര്യത്തിലുള്ളത്. എം സ്റ്റോക്കിനേക്കാൾ കൂടുതൽ ലിവറേജ് ഫയേഴ്സ് തരുന്നുണ്ട്, പക്ഷേ ഫയേഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റും ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മാർജിൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഈ അക്കൗണ്ടിൽ എനിക്ക് മാർജിൻ ഇല്ല, ആൾറെഡി സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ തന്നെ ആ ട്രേഡ് ഈ മാർജിൻ എന്നുള്ള രീതിയിൽ അത് എക്സിക്യൂട്ട് ആവും, ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, സാധാരണ ട്രേഡ് എടുക്കുന്നത് പോലെ തന്നെ. ഫയേഴ്സിൽ നിങ്ങൾ ഈ MTF എന്നുള്ള ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ടാസ്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് MTF ആക്ടിവേറ്റഡ് ആയിരിക്കും. അവിടെ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ചെയ്യാനില്ല. കാരണം എം സ്റ്റോക്ക് എന്നുള്ള ബ്രോക്കർ MTF എന്നുള്ള സൗകര്യം അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് അതാണ്. ഇങ്ങനെ ഈ മാർജിൻ ഫണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആളുകളെ അട്രാക്ട് ചെയ്യുന്നതാണ് അവരുടെ ബിസിനസ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ സൗകര്യം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിൽ രണ്ടിലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്, എം സ്റ്റോക്കിലും ഫയേഴ്സിലും. ഇനി നമ്മൾ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടാറ്റ കൺസ്യൂമർ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണത്, BTST എന്നുള്ള രീതിയിൽ നമ്മുടെ ഡിസ്കോഡിൽ. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ 3 എണ്ണം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ BTST എന്നുള്ള പേരിലാണ് ട്രേഡ് ഷെയർ ചെയ്യുന്നതെങ്കിലും 1 to 5 days ആണ് ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ചതാണ് ഡിവിസ് ലാബ്, അതിന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഓക്കെ, പിന്നെ റിലയൻസ് ലാസ്റ്റ് വീക്കിൽ വാങ്ങിച്ചാണ്. ഇന്ന് വെനസ്ഡേ ആണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്കിലാണ് റിലയൻസ് വാങ്ങിച്ചിട്ടുള്ളത്. റിലയൻസ് ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതേപോലെ ഏഷ്യൻ പെയിൻറ്റ് നമ്മൾ 2 ദിവസം മുമ്പ് ഏഷ്യൻ പെയിൻറ്റ് 19-ാം തീയതി വാങ്ങിച്ചതാണ്. ഓക്കെ, അതും ഇന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഇത്തരം ട്രേഡുകൾ, അതുപോലെ തന്നെ നമ്മൾ ഇത് BTST ആണ്. പിന്നെ സ്വിംഗ് പ്ലസ് പൊസിഷണൽ ട്രേഡുകൾ ഉണ്ടാവാറുണ്ട്. പൊസിഷണൽ ട്രേഡൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ 37% പ്രോഫിറ്റ്, ഇവിടെ 37% 40 ദിവസം കൊണ്ടാണ് ഒപ്റ്റീമിയസ് എന്നുള്ള സ്റ്റോക്കിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഷെയർ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇതായിരുന്നു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് അഡീഷണലി ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഫോളോ ചെയ്യാം. നിങ്ങളുടെ ലേണിംഗ് പർപ്പസിന് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് സ്വന്തം റിസ്കിൽ ട്രേഡ് ചെയ്യാം. ഇതൊരു കോൾ ബൈ അല്ലെങ്കിൽ സെല്ല് റെക്കമെൻഡേഷനൊന്നുമല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റും അല്ല. അപ്പോൾ ഇത്തരം ട്രേഡുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ മെമ്പർഷിപ്പ് എടുക്കാം എന്ന് മാത്രം. ഓക്കെ, ഇത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ ചെയ്യേണ്ടത് ജസ്റ്റ് യൂട്യൂബിൽ പോയതിന് ശേഷം യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്യുക, ട്രേഡർ സൈക്കോളജിസ്റ്റ് മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ, ആദ്യത്തെ 2-3 ചാനലുകൾ നമ്മളെ ചാനൽ വരും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ട്രേഡർ സൈക്കോളജി